ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പാൻ കേക്കാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം 2 മുട്ടയുടെ മഞ്ഞ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/4 ടീസ്പൂൺ വാനില എസൻസ്, ഒരു നുള്ളു ഉപ്പ്, 4 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മുട്ടയുടെ മഞ്ഞയും വെള്ളയും ഒരുമിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് പാൻ കേക്ക് ഉണ്ടാക്കാം. കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാക്കുമ്പോഴാണ്. ഇപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് മുട്ടയുടെ വെള്ളയാണ്. 2 മുട്ടയുടെ വെള്ള എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി നല്ലപോലെ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മഞ്ഞയിലേക്ക് വെള്ളം കുറേശ്ശെ ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സാവധാനം നല്ല ഇതിൻ്റെ പതയൊന്നും അടങ്ങാത്ത വിധത്തിൽ വേണം ഇത് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ളത് ഫുള്ളും ഇതുപോലെ തന്നെ ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ മുട്ടയുടെ മഞ്ഞയും വെള്ളയും എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രം വെച്ച് അതിലേക്ക് കുറേശ്ശെ ഒഴിച്ച് കൊടുക്കാം. അധികം തണിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ കുറേശ്ശെ ആയിട്ട് ഇങ്ങനെ കോരി ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുക്കുക സൈഡിൽ. അധികം പാത്രം ചൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇത് ചുട്ടെടുക്കുന്നത് ലോ ഫ്ലെയിമിലായിരിക്കണം. ഇത് മൂടി വെച്ച് നമുക്ക് നിന്ന് ചുട്ടെടുക്കാം. ഇതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ടതിന് ശേഷം ഇതേപോലെ തന്നെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇതൊന്നും കൂടി അടച്ച് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മൾ പാൻ കേക്ക് ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് ഉണ്ടാക്കിയെടുക്കാം. ഇത് നമുക്ക് പ്ലെയിനായിട്ട് എങ്ങനെയും കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് മിൽക്ക് മേഡോ അല്ലെങ്കിൽ ഹണിയോ ചേർത്തിട്ട് അങ്ങനെയും കഴിക്കാം. പ്ലെയിനായിട്ട് കഴിക്കുന്നതാണെങ്കിൽ ഇതിൽ നമ്മൾ ആദ്യം ഇതുണ്ടാക്കുന്ന സമയത്ത് പഞ്ചസാരൻ്റെ അളവ് കുറച്ച് കൂട്ടി കൊടുത്താൽ മതി. ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം.